എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ ചോദ്യോത്തര സെഷൻ തുടരുകയാണ്. നമസ്കാരം അമ്മേ. നമസ്കാരം. അടുത്ത ചോദ്യം, ഉപനിഷത്തിന്റെ സാരാംശം എന്താണ്? ഉപനിഷത്തുകളുടെ ആധ്യാത്മ ദർശനങ്ങൾ കാലത്തെ കൊണ്ട് അളക്കാൻ പറ്റില്ല. അതെന്നും നിലനിൽക്കുന്ന സത്യങ്ങൾ തന്നെ. പിന്നെ ഉപനിഷത്ത് പറയുന്നത് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം മാത്രം സത്യം, ബാക്കിയൊക്കെ മായ എന്നാണ്, അല്ലാതെ ഇല്ലാത്തത് എന്നല്ല. ഏകത്വത്തെ അറിയുന്നത് വരെ നാം ആ മായയിൽ ജീവിക്കുന്നു. ആ സത്യത്തെ അറിഞ്ഞാൽ മായ തനിയെ കൊഴിഞ്ഞു പോകും. ശരീരം എന്ന നിലയിൽ സത്യത്തിലേക്ക് ചരിക്കാൻ തുടങ്ങിയാൽ സത്യത്തിൽ നിന്നും ഉയർന്ന സത്യത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കും. ജാതി മത ദേശമന്യേ മനുഷ്യനെ പരമസത്യത്തിലെത്തിക്കാനുള്ള ഉയർന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. ഗീതയും രാമായണവും മനുസ്മൃതിയും ഒക്കെ ഹിന്ദു ധർമ്മത്തെ ക്രോഡീകരിക്കുന്നു. പക്ഷെ ഉപനിഷത്ത് അങ്ങനെയല്ല, എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയുള്ളതാണ്. ഇതുതന്നെയാണ് ഉപനിഷത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും. ശരി അമ്മേ. അടുത്ത ചോദ്യം, പണം സമ്പാദിക്കുന്നത് നല്ലതോ ചീത്തയോ? പണം സമ്പാദനം നല്ലത് തന്നെ, പക്ഷെ അത് അധാർമികമായിട്ടല്ല എന്ന് ഉറപ്പ് വരുത്തണം. പ്രയത്നം കൊണ്ട് പണം സമ്പാദിക്കുന്നതും അതുകൊണ്ട് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പല തലമുറകൾക്കായി കൂട്ടിവെക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അത് അത്യാഗ്രഹത്തിന് വഴിവെക്കും. അർപ്പണ ബുദ്ധിയോടെ പണത്തെ ചിലവഴിക്കണം. ആധ്യാത്മിക ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശരി അമ്മേ. അടുത്ത ചോദ്യം, ആത്മസാക്ഷാത്കാരം ലഭിച്ച ജ്ഞാനിയുടെ ലക്ഷണം എന്താണ്? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോന വിജസ്വതേ. അതായത് തന്റെ ആത്മാവ് തന്നെയാണ് എല്ലാവരും ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ ജ്ഞാനിക്ക് ആരെയും വെറുക്കാൻ പറ്റില്ല. എന്നിൽ നിന്നും അന്യമായ ഒന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവുമില്ല, മിത്രവുമില്ല. എല്ലാവരെയും, എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണാൻ പറ്റും. അത് ഏറ്റവും ആനന്ദകരമായ ഒരവസ്ഥ തന്നെയാണ്. ശരി അമ്മേ. അടുത്ത ചോദ്യം, ഭാരതം വേദാന്തത്തിന്റെ നാടായിട്ട് കൂടി വേറൊരു രാജ്യത്തുമില്ലാത്ത ഭ്രാന്തമായ ഭേദഭാവങ്ങൾ എങ്ങനെ വന്നു? നല്ലൊരു ചോദ്യമാണ്. ശരിയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതം എല്ലാ ശാസ്ത്രീയവും ആത്മീയവുമായ ഉയർച്ചകൾ നേടിയിരുന്നു. എന്നിട്ടും ഇവിടെ അവർണൻ, സവർണൻ, തൊട്ടുകൂടാത്തവൻ എന്നുള്ള വിവേചനങ്ങൾ വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളോളം നമ്മൾ അടിമത്തത്തിൽ കഴിയേണ്ടി വന്നത്. വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ളവരാണ് ഇതിനെതിരെ പോരാടാൻ ഇറങ്ങിയത്. ലോകമത സമ്മേളനത്തിൽ എല്ലാവരെയും സഹോദരി സഹോദരനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മുടെ അദ്വൈത സിദ്ധാന്തം ഏതാനും ചിലരിൽ ഒതുക്കി വെക്കേണ്ടതല്ല, എല്ലാ ജനങ്ങളിലേക്കും അറിവ് എത്തിക്കണം എന്ന് പറഞ്ഞതും വിവേകാനന്ദ സ്വാമികൾ തന്നെയാണ്. രാജാവിന്റെ കൊട്ടാരത്തിലും ദരിദ്രന്റെ കുടിലിലും സന്യാസികളുടെ ഗുഹകളിലും ഒരുപോലെ ജ്ഞാനം എത്തിക്കാനും മനുഷ്യജീവന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനും അഹോരാത്രം പ്രവർത്തിച്ചതും അതിൽ തന്നെ. ഒരാളുടെ ജീവിത പദവിയിലോ സമ്പത്തിലോ സ്വഭാവത്തിലോ ഒക്കെ ഭേദങ്ങൾ വരാം, പക്ഷെ എല്ലാവരുടെയും ഉള്ളിലുള്ള സത്യം ഒന്നു മാത്രമാണെന്ന് തിരിച്ചറിയണം. അമൂല്യമായ ആത്മീയത, അസ്തിത്വം, അത് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെയും അറിയിക്കുക. ഈ ഒരു ചാനൽ പ്ലാറ്റ്ഫോം ഒക്കെ അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ശരി അമ്മേ. ഇത്രയും സംശയങ്ങൾക്ക് മറുപടി തന്നതിന് ഒരുപാട് നന്ദി അമ്മേ. ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.